ഇത് നമ്മളുള്ളത് മയൂർ വിഹാർ ശ്രീറാം മന്ദിർ മയൂർ വിഹാർ സ്റ്റേഷനിലാണ്. നമ്മളിവിടുന്ന് ഊണ് കഴിക്കാൻ പോവുകയാണ്. അതായത് ഡൽഹിയിലെ മലയാളികളുടെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലുണ്ട്. അപ്പോൾ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് ആനീസ് കിച്ചണിക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ ആനീസ് കിച്ചണിക്ക് പോകുമ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആചാര്യ നികേതൻ അവിടേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. ശരി പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആനീസ് കിച്ചൻ്റെ പുതിയ റെസ്റ്റോറൻറ്റാണ് മയൂർ വിഹാറിൽ തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഉള്ള അതേ മെട്രോ സ്റ്റേഷൻ തന്നെ അവിടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ റിക്ഷയിൽ കയറി ഞങ്ങൾ എത്തിക്കണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും സെൻട്രലൈസ്ഡ് AC ഒക്കെയാണ്. മാത്രമല്ല എന്താ പറയുക, സീറ്റിംഗ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കൈ കഴുകാനും ബാത്റൂം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണത്. അപ്പോൾ ഞങ്ങളിന്ന് പിന്നെ ഒരു പൊതിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫിഷിൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ്റെയും ദേവൂട്ടന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചിക്കൻ കുത്തു പൊറോട്ടയാണ് ഇത്ര വേണ്ടത്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിനും മോരിനൊക്കെ തന്നെ വേറെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെറിയ ബക്കറ്റുമാരിയുള്ള നല്ല മനോഹരമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പൊതിച്ചോറിൽ അറിയാലോ, നമ്മൾ വാഴയിലയിൽ നല്ല അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ചേർന്നിട്ട് ഉപ്പേരി, പപ്പടം, അതുപോലെ പിന്നെ സാമ്പാർ, അതുപോലെ മോര്, പിന്നെ അച്ചാർ, തോരൻ, ആംപ്ലേറ്റ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ വളരെ അധികം വിഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത് ഉച്ചയ്ക്ക് പോയതുകൊണ്ട് നമ്മളത് വാങ്ങിയെന്നുള്ളൂ. ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ എല്ലാ ബിരിയാണികളും ഉണ്ട്. പിന്നെ മാത്രമല്ല ഫിഷ് ഐറ്റംസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്. അപ്പോൾ നല്ല അങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള പാനീയങ്ങളും ലഭ്യമാണ്. ഷെയ്ക്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള ലൈമുകൾ, സ്മൂത്തീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വളരെയധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലം തന്നെയാണത്. കൂടാതെ പിന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, അതും ഇതിനടുത്ത് തന്നെ ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലം ഉണ്ട്. പിന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനും ഒക്കെ റിക്ഷാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാനും പോകാനൊക്കെ സൗകര്യമാണ്. വണ്ടിയിൽ വരുന്നവർക്കാനും പാർക്കിംഗ് ആയിട്ടില്ല, എന്നാലും പിന്നെ റോഡ് സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. കല്യാണരാമലയും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ഹോട്ടലിലത്തൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം പൊളിയാണ്. പറ്റുന്നവരൊക്കെ പോയി നോക്കുക. ഓക്കെ, താങ്ക്